ഇന്ന് ഈ നാട് ശാന്തമായി ഉറങ്ങുന്നുണ്ട്, സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. എനിക്കൊന്ന് മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ പറ്റിയൊരു പദ്ധതിയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം വന്യമൃഗശല്യം നേരിടുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സംവിധാനം തന്നെയായിരിക്കും. സംവിധാനം തന്നെ. സ്ഥിരമായി വന്യമൃഗ ഭീഷണി നേരിടുന്ന ഒരു നാട്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സമീപത്തെ 5 പഞ്ചായത്തുകളും ചേർന്ന് സംയുക്തമായി ഒരു പദ്ധതി നടപ്പാക്കി. ഒരു സൗരവേലി, ഹാങ് ഫെൻസിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ നാട് ശാന്തമായി ഉറങ്ങുന്നുണ്ട്, സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. കാരണം ഈ സൗരവേലി വന്നതിന് ശേഷം മൃഗങ്ങളുടെ വരവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ നാട്ടിലെ മനുഷ്യർ നമ്മളോടൊപ്പം ചേരുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ കർഷകരുണ്ട്, നാട്ടുകാരുണ്ട്. അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ആശ്വാസത്തിന്റെ മാത്രം കഥകളാണ്. ചേട്ടാ, നിങ്ങൾ വലിയ തോതിൽ വന്യജീവി ആക്രമണം നേരിട്ടിരുന്നൊരു സ്ഥലമായിരുന്നല്ലേ? ഇത് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മൃഗങ്ങളുടെ ശല്യം കുറവാണോ? മൃഗങ്ങളുടെ ശല്യം 100% കുറവാണ്. 100% കുറവാണല്ലേ? എന്താ, ആനയാണോ മെയിനായിട്ട് ഇവിടെ വന്നിരുന്നത്? ആനയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് സെജിമത്തൂർ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതിയാണ്. ഇപ്പം മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? ഇല്ല. ഇപ്പം കൃഷിയൊക്കെ നന്നായി പോകുന്നുണ്ട്. ആനകളൊന്നും ഇറങ്ങുന്നില്ല. ആനയുടെ ശല്യം പറഞ്ഞു സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. കഴിഞ്ഞ ഒരു 10-15 ദിവസം 10-13-11 ആന വന്നു. അത് ഇങ്ങോട്ട് കടന്നില്ല. ഈ വേലി ഉള്ളതുകൊണ്ട് കടന്നില്ല. വേലിയുള്ളതുകൊണ്ട് കടന്നില്ല. വേലിക്കപ്പുറം ആന വന്നു. വേലിക്കപ്പുറം വന്നു. പിന്നെ ഫോറസ്റ്റ് ദിവസം വന്ന് ഓടിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഈ വേലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമായി മാറിയല്ലേ? അതെ അതെ. ഇത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. ഈ വന്നത് വലിയൊരു നാടിന്റെ തന്നെ ഭാഗ്യം. ഇത് മാത്രമല്ല, ഈ പഞ്ചായത്തിന് മാത്രമല്ല, അങ്ങെത്തുമ്പോൾ കാറടുക്ക പഞ്ചായത്ത്, മുളിയാർ പഞ്ചായത്തിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്തുള്ള മനുഷ്യർക്ക് ആശ്വാസം. അതെ അതെ അതെ. ഇത് ഇവിടെ നമ്മളോടൊപ്പം ഇതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ്? നിലവിൽ 2 വാച്ചർമാർ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇതിൻ്റെ ചാർജ് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വേരിയേഷൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പരിഹരിക്കും. ഒരു മൃഗം ഇതിന്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയുക? ഇപ്പം ഇതിൻ്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലറാം സിസ്റ്റം ഉണ്ട്. അലറാം അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു വേലിയിൽ എന്തെങ്കിലും മറിച്ചിടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഓൾട്ടിമീറ്ററിൽ ചാർജ് വേരിയേഷൻ കാണിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ പവർ പോകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പവർ ഒന്ന് കാണിക്കാമോ നമുക്ക്? പവർ പോകുന്നത് ഇത് 24 hours ഇങ്ങനെ ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോളാറാണല്ലേ? സോളാറാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു? ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത് പുലിപ്പറമ്പ് വാച്ച് ടവറാണ്. ഇത് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് 24 hours. പിന്നെ പകൽ മൊത്തം 2 വാച്ചന്മാർ ഇവിടെ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി 2 വാച്ചന്മാർ ഇവിടെ. ഇപ്പൊ നിങ്ങൾക്കും കുറെ പണി കുറഞ്ഞിട്ടുണ്ടോ? അതെ അതെ, നമുക്ക് നല്ലോണം പണി കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ രാത്രിയും പകലൊന്നും ഇല്ലാന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വർഷത്തോളമായി ആനയുടെ ശല്യം തീരെ കുറവായിരുന്നു. ആനയായിരുന്നല്ലേ മെയിൻ പ്രശ്നം? ഇവിടെ ആനയാണ് മെയിൻ പ്രശ്നം. നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രശ്നം ആന തന്നെയായിരുന്നു. എനിക്കൊന്ന് മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ പറ്റിയൊരു പദ്ധതിയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം വന്യമൃഗശല്യം നേരിടുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സംവിധാനം തന്നെയായിരിക്കും. സംവിധാനം തന്നെ. ഇന്നത്തെ തലമുറയുടെ ആളുകളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് നമ്മളൊക്കെ അറിവ് വെച്ചതിന് ശേഷം ഈ മൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ അത് വളരെ കുറവായിരിക്കാം. ഇപ്പോൾ കുറവാണ്. ഇത് ഈ വന്നതിന് ശേഷമാണോ ഇത് വന്ന പിന്നെ കുറവായിട്ടുണ്ടല്ലേ? ഇപ്പൊ അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ ഒരു നാട് സമാധാനത്തിലേക്ക് മാറിയ കഥയാണ് ഇവിടെ നിന്നും, ഈ അടൂരിന്റെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവർ നമ്മളോട് പറയുന്നത്. ഏതായാലും മാറ്റങ്ങൾ ഇങ്ങനെ തുടരട്ടെ. ഞങ്ങളുടെ യാത്രയും തുടരുകയാണ്. മറ്റൊരിടത്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.